ആ വീട്ടിൽ ചെന്നപ്പോ നോക്കുമ്പോൾ ഒരു MBBS കാരന്റെ വീടാണ്. സുബ്ഹാനല്ലാഹ്, മുസ്തഫ എന്നാണ് പേര്. MBBS കാരന്റെ വീടാണ്. കൂടെയുള്ള പ്രവർത്തകർ പറഞ്ഞു, ഉസ്താദേ ഇത് ഡോക്ടറാണ്. ഡോക്ടർ എന്ന് പറയുമ്പോ പല ഡോക്ടർമാരും ഉണ്ടല്ലോ, ഞാൻ ചോദിച്ചു എന്ത് ഡോക്ടറാണ്? അപ്പൊ പറഞ്ഞു MBBS ഡോക്ടറാണ്. ഞാൻ അവനെ അടുത്തിരുത്തിയിട്ട് സംസാരിക്കുമ്പോ പറഞ്ഞു, ഉസ്താദ് ഇതെന്റെ കുട്ടിയാണ്. ചെറിയ കുട്ടിയെ കാണിച്ചിട്ട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഉസ്താദ് എന്റെ ഭാര്യയും ഡോക്ടറാണ്. എന്നിട്ട് ഇവൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ SSFിലൂടെ പ്രവർത്തിച്ച് വലുതായവനാണ്. സുബ്ഹാനല്ലാഹ്, SSFിന്റെ പ്രവർത്തകരിൽ എത്ര MBBS ഡോക്ടർമാരാണ് ഉള്ളത്, എത്ര പ്രൊഫഷണൽ വിദ്യാർത്ഥികളാണുള്ളത്. സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ വിവരമില്ലാത്ത കുറച്ച് ആളുകൾക്കുള്ള സംഘടനയാണ് SSF എന്ന് ഒരാളും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. നല്ല ഉത്ബുദ്ധരായ ഒരു കൂട്ടം ആളുകളുടെ കൂട്ടായ്മയാണ് SSF. ആ SSFിൽ നമ്മുടെ കുട്ടികളെ ചേർത്തി പ്രവർത്തിപ്പിച്ചാൽ അവർ നല്ല മക്കളായി വളർന്നു വരും. ആ മക്കള് നല്ല മക്കളായി വളർന്നു വന്നാലോ ഖബറിൽ കിടക്കുന്ന ബാപ്പാക്കും ഉമ്മാക്കും അതിനേക്കാളും വലിയ സന്തോഷം വേറെ ഇല്ലല്ലോ. അല്ലാതെ കണ്ടാൽ ഇവിടെ നിങ്ങൾ നോക്ക്, വ്യഭിചാരിണികളായ പെൺകുട്ടികൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന കാലം അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ഇത് പറഞ്ഞ കൂട്ടത്തിൽ മഹാന്മാർ പറഞ്ഞു, അശറാത്തു സാഅത്തി കസ്റത്തുൽ മാലി വത്തിജാറ, സമ്പത്ത് ധാരാളം വർദ്ധിക്കുക ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. കച്ചവടം അധികരിക്കുക ഖിയാമത്ത് നാളിന്റെ. എന്തൊക്കെ കച്ചവടാണ് ഇന്ന്! എല്ലാവരും ലാപ്ടോപ്പിന്റെ മുന്നിലാണ്. ട്രെയിനിലായാലും ലാപ്ടോപ്പ്, ഫ്ലൈറ്റിലായാലും ലാപ്ടോപ്പ്, ബസ്സിലായാലും ലാപ്ടോപ്പ്, സ്വന്തം കാറിലായാലും ലാപ്ടോപ്പ്. നോക്കുമ്പോ എന്താ, ഒക്കെ ഓൺലൈൻ ബിസിനസ്സാ, ഒക്കെ ബിസിനസ്. കസറത്തുൽ മാൽ വകസറത്തു തിജാറ, കച്ചവടം വല്ലാതെ വ്യാപിച്ചിട്ടുള്ള കാലം അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. വഖതുൽ അർഹാം, കുടുംബ ബന്ധം മുറിക്കുക ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. കുടുംബ ബന്ധം മുറിക്കുന്നതിനൊരു മടിയുമില്ല. സ്വന്തം ജ്യേഷ്ഠനോട് സംസാരിക്കാത്ത എത്ര അനുജന്മാരില്ലേ? ജ്യേഷ്ഠനോട് മിണ്ടുന്നില്ല, ഇക്കാനോട് സംസാരിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, അനുജനോട് മിണ്ടുന്നില്ല. എന്തേ? അതാ അവരുടെ ഭാര്യമാര് എന്തോ കിതാപത്തി കാണിച്ചതാണ്. അങ്ങനെയാണ് എന്റെ ഭാഷയിൽ ഇവിടെ പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കിതാപത്തി എന്ന് പറഞ്ഞാൽ അവർ ഡബിൾ ഗെയിം ചെയ്തതാണ്. അവരെന്തോ കളിച്ചതാണ്. ജ്യേഷ്ഠന്റെ ഭാര്യ കളിച്ചതാണ്. ജ്യേഷ്ഠന്റെ ഭാര്യയോട് അനുജനെ കുറിച്ച് കുറ്റം പറഞ്ഞതാണ്. പിന്നെ ജ്യേഷ്ഠൻ അനുജനോട് മിണ്ടുന്നില്ല. ഒരേ ബാപ്പാന്റെ മക്കള് തമ്മിൽ സംസാരിക്കുന്നില്ല. നിസ്കാരത്തിൽ നോക്കുമ്പോൾ പള്ളിയിൽ ഒന്നാം സഫാണ്. തഹജ്ജുദിനൊരു കുറവില്ലല്ലോ, ദിക്ർ ചൊല്ലുന്നതിന് കുറവില്ലല്ലോ, സ്വലാത്ത് ചൊല്ലുന്നതിന് കുറവില്ലല്ലോ. സ്വന്തം ജ്യേഷ്ഠനോട് മിണ്ടാഞ്ഞിട്ട് കുറെ ഇബാദത്ത് ചെയ്തിട്ട് സ്വർഗമത്ര എളുപ്പത്തിൽ ഉഡായിപ്പിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് ഒരാളും വ്യാമോഹിക്കണ്ട, ഒരാളും തെറ്റിദ്ധരിക്കണ്ട. അനുജൻ ജ്യേഷ്ഠനെ ബഹുമാനിക്കണം. മക്കൾ ബാപ്പാനെയും ഉമ്മാനെയും എങ്ങനെ ബഹുമാനിക്കണോ? ഹഖ്ഖു കബീരിൽ ഇഖ്വതി അലാ സ്വഗീരിഹിം കഹഖിൽ വാലിദൈനി അലാ വലദിഹിമാ. കുട്ടികൾ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നത് പോലെ അനുജന്മാർ ജ്യേഷ്ഠന്മാരെ ബഹുമാനിക്കണം. അങ്ങനെ ഈ അടുത്ത് ഞാൻ മലപ്പുറം ജില്ലയിൽ ഒരു വീട് കുടിയിരിക്കലിന് പോയി. അപ്പൊ നോക്കുമ്പോ മകൻ ഖത്തറിൽ വലിയ ബിസിനസ് ഒക്കെ നടത്തി വലിയ വീടുണ്ടാക്കുക നല്ല തന്നെയാണ്. ബൈത്തുൻ വാസിഉൻ, നല്ല വിശാലതയുള്ള വീട് നമ്മ സൗകര്യം ഉണ്ടാവും. അപ്പൊ വിരോധമൊന്നുമില്ല. അപ്പോ വീടുണ്ടാക്കിയിട്ട് അതാ വീട്ടിന്റെ വാതിൽ ഇങ്ങനെ തുറക്കുകയാണ്. അപ്പോ ആ വാതില് തുറക്കാനുള്ള ചാവി ഈ മകനല്ല കൊണ്ടുവന്ന് ഞങ്ങളെ കയ്യിൽ തരുന്നത്. പിന്നെ ആരാ തരുന്നത്? ആ മകന്റെ ബാപ്പയാണ്.
മകൻ ബാപ്പാന്റെ കയ്യിൽ ചാവി കൊടുത്തു. കാരണം മകനാണ് ഖത്തറിൽ പോയി ബിസിനസ് ഒക്കെ ചെയ്ത് നല്ല വരുമാനമുണ്ടാക്കി വലിയ വീടുണ്ടാക്കിയെങ്കിലും ആ മകൻ അവിടുന്ന് ചിന്തിക്കുകയാണ്, എനിക്ക് ഈ നിഅമത്ത് മുഴുവനും കിട്ടിയത് എന്റെ ബാപ്പാനെ കൊണ്ടാണ്, എന്റെ ഉമ്മാനെ കൊണ്ടാണ്. എന്ത് നിഅമത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടോ അതെന്റെ ബാപ്പാനെ കൊണ്ട് എനിക്ക് കിട്ടിയതാണ്, എന്റെ ഉമ്മാനെ കൊണ്ട് എനിക്ക് കിട്ടിയതാണ്. ആ ബാപ്പായാണ് പിന്നെ ചാവി കയ്യിൽ തരുന്നത്. ഇവിടെയും ഞാൻ വാദിന് മുമ്പ് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ പോയി, അതാ ഇറങ്ങണ സമയത്ത് ദുആ ചെയ്യാണ്. അപ്പൊ ഞാൻ ആ വീട്ടുകാരനെ അടുത്ത് എന്റെ അടുത്ത് ഇരുത്തി നോക്കുമ്പോൾ ആ വീട്ടുകാരന്റെ ബാപ്പ വരുന്നു. അപ്പൊ ആ മകനായ വീട്ടുകാരൻ അവിടെ എണീറ്റ് അപ്പുറം പോയി ബാപ്പാനെ എന്റെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞു. ബാപ്പ എന്റെ അടുത്തിരുന്നു. ഈ കാഴ്ച കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നിപ്പോയി. അതാണ് ബാപ്പാനോടുള്ള ബഹുമാനം. ബാപ്പാനെ പിന്നിലാക്കിയിട്ട് മക്കള് മുമ്പോട്ട് വരാൻ പാടില്ല, അത് ബഹുമാനത്തിനെതിരാണ്. ഇന്ന് നമുക്ക് എന്ത് നിഅമത്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും അതൊക്കെ കിട്ടിയത് ബാപ്പാന്റെ കൊണ്ടാണ്, ഉമ്മാനെ കൊണ്ടാണ്. ഇത് പറയുന്നതോടൊപ്പം ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ, അതേ അനുജന്മാർ ജ്യേഷ്ഠന്മാരെ ബാപ്പാനെ പോലെ കാണണം കേട്ടോ. ചിലപ്പോൾ അനുജന്റെ ഭാര്യ അതേ ഭർത്താവിന്റെ ജേട്ടനെ കുറിച്ച് പലതും ചിലപ്പോ പറഞ്ഞു കൊടുക്കൂ. പക്ഷേ അവരെ വാക്ക് കേൾക്കാൻ പാടില്ല, അവരെ വാക്ക് കേട്ടിട്ട് അതനുസരിച്ച് നടക്കാൻ പാടില്ല. എന്റെ ജ്യേഷ്ഠനാണത്. ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞാൽ ബാപ്പാന്റെ സ്ഥാനത്താണ്. ജ്യേഷ്ഠനെ ബഹുമാനിക്കണം. അതുപോലെ ഞാൻ വേറൊരു സ്ഥലത്ത് കുടിയിരിക്കലിന് ചെന്നു. വേറൊരു സ്ഥലത്ത് ഞാൻ കുടിയിരിക്കലിന് ചെന്നപ്പോ അതേ പിറ്റേ ദിവസം അനുജന്റെ വീടുദ്ഘാടനമാണ്. അതിന്റെ തലേന്ന് മുമ്പത്തെ ദിവസം ജ്യേഷ്ഠന്റെ വീടുദ്ഘാടനമാണ്. എന്നിട്ടോ ഞാൻ അനുജന്റെ വീട്ടിലും കയറി. മലപ്പുറത്ത് വാലിന് ചെന്നപ്പോഴട്ടോ കയറുന്നത്, അല്ലാതെ വീട് കുടിയിരിക്കലിന് വേണ്ടി മാത്രം മംഗലാപുരത്ത് ഇങ്ങോട്ട് വരാൻ പ്രയാസാണ്. വാലിന് വന്നപ്പോ പലയിടത്തും ഇങ്ങനെ ഒപ്പിച്ചിട്ട് പോകും. ഇന്നും വാല് കഴിഞ്ഞിട്ട് പല വീട്ടിലും പോകാനുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് സുഹൃത്തുക്കളെ, അവ ജ്യേഷ്ഠന്റെ വീട്ടിലും ഞാൻ കയറി, അനുജന്റെ വീട്ടിലും കയറി. പിന്നെ നോക്കുമ്പോ ജ്യേഷ്ഠൻ എന്നോട് പറയാണ്, ഉസ്താദേ എന്റെ ഈ വീട് എന്റേതല്ല, എന്റെ അനുജൻ എനിക്ക് വാങ്ങി തന്നതാണ്. അപ്പൊ അനുജനോട് ഞാൻ പറഞ്ഞു, എന്തിനാടാ ഇപ്പോ എന്റെ വീട് തന്നെ ഇപ്പൊ കുടിയിരിക്കാൻ പോവല്ലേ നാള്? അപ്പോ അനുജൻ പറയാണ്, നിനക്ക് സ്വന്തം വീടുണ്ടായിട്ട് മതി എനിക്ക് സ്വന്തം വീട്. കണ്ടോ നിങ്ങള്, ജ്യേഷ്ഠനെ അനുജൻ പരിഗണിക്കണോ? എന്നിട്ടോ ഈ ചെറുപ്പക്കാരന്റെ അമ്മാവന്മാര് അവരൊക്കെ ഞങ്ങളെ സജീവ പ്രവർത്തകരാണ്. അവരെന്നോട് പറഞ്ഞു, ഉസ്താദേ ഇവൻ അല്ലാഹു തആല ധാരാളം നിഅമത്ത് കൊടുത്തു, എന്തേ എന്നറിയുമോ? അപ്പൊ അവരൊക്കെ പറയാണ്, കുടുംബത്തെ നന്നായി നോക്കൂ, ജ്യേഷ്ഠന്മാരെ പരിഗണിക്കൂ, അനുജന്മാരെ പരിഗണിക്കൂ, ബാപ്പാനെ നന്നായി നോക്കൂ, ഉമ്മാനെ നന്നായി നോക്കൂ, കുടുംബത്തെ നന്നായി നോക്കൂ. അതുകൊണ്ടാണ് അല്ലാഹു തആല അവന് ധാരാളം നിഅമത്ത് കൊടുത്തത്. ഞാൻ എന്തിനാണിത് പറഞ്ഞു വന്നത്? അതല്ലേ നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. അതേ വഖത്തുൽ അർഹാമി, കുടുംബ ബന്ധം മുറിച്ചു കളയുക എന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ബാപ്പാനെ ബഹുമാനിക്കണം, ബാപ്പാനെ സ്നേഹിക്കണം, ഉമ്മാനെ ബഹുമാനിക്കണം. അതുകൊണ്ടല്ലേ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ എന്റെ ഉമ്മ മരിച്ചു, ബാപ്പയും മരിച്ചു, ജീവിതകാലത്ത് ഞാൻ അവരെ ഒരുപാട് കാലം വേദനിപ്പിച്ചിട്ടുണ്ട്, ഞാൻ ഇപ്പോഴും ഹമ്മിലാണ്, ബേജാറിലാണ്, അതിനെന്തെങ്കിലും ഒരു പ്രായശ്ചിത്തമുണ്ടോ? ഉണ്ടാവൂലേ? ജീവിതകാലത്ത് അവരെ വല്ലാതെ ഞാൻ വേദനിപ്പിച്ചു, വല്ലാതെ ഇടങ്ങേറാക്കി, എന്തെങ്കിലും അതിനൊരു പ്രായശ്ചിത്തമുണ്ടോ? ഞാൻ ഇപ്പോഴും അതിനെ ഓർത്ത് വലിയ ബേജാറിലാണ്, വലിയ സങ്കടത്തിലാണ്. സങ്കടം തന്നെയല്ലേ, ബേജാറ് തന്നെയല്ലേ. അല്ലാ, ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ എന്റെ ഉമ്മ പെട്ടെന്ന് മരണപ്പെട്ടു പോയി, എന്റെ യുവാക്കളെ
വഅദ് കേൾക്കുന്ന യുവതികളെ നന്നായി ശ്രവിക്കാനാ ഞാൻ പറയുന്നത്. അതേ, ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്റെ ഉമ്മ പെട്ടെന്ന് മരണപ്പെട്ടു പോയി. ആ ചെറുപ്പക്കാരൻ അബൂദാബിയിലാണ്. പെട്ടെന്നതാ നാട്ടിൽ വന്നു. ഉമ്മാന്റെ മയ്യത്ത് കാണാൻ അവസരമുണ്ടായി. ഉമ്മാനെ ദഫന് ചെയ്യുന്നതിലെല്ലാം അതാ പങ്കെടുത്തു. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ മടങ്ങി പോകുന്നു. ആ ചെറുപ്പക്കാരൻ അല്പം കടമുണ്ടാടിരുന്നു. കുടുംബക്കാരെല്ലാം വീട്ടുകാരെല്ലാം ഉമ്മാന്റെ സ്വർണം എടുത്തിട്ട് മകന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, അതേ, നിന്റെ ഉമ്മാക്ക് നിന്റെ കടം വീട് കിട്ടണമെന്ന് വലിയ ആഗ്രഹമുണ്ടാടിരുന്നു. അതുകൊണ്ട് ഈ സ്വർണം ഞങ്ങൾക്കാർക്കും വേണ്ട, നീ തന്നെ എടുത്തോളൂ. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ ഭാര്യയോട് കരഞ്ഞിട്ട് പറയാണ്, എന്റെ ഉമ്മ മരിച്ചതിന് ശേഷവും എന്റെ സങ്കടം കണ്ടുവല്ലോ. ഖബറിൽ കിടക്കുന്ന എന്റെ ഉമ്മാന്റെ സ്വർണം കൊണ്ട് എന്റെ കടം വീട്ടേണ്ടി വന്നല്ലോ. എന്റെ ഉമ്മ ഖബറിൽ കിടക്കുമ്പോഴും എനിക്ക് തുണയായല്ലോ. ഓ മക്കളെ, അതാണ് ഉമ്മ. ഓ സഹോദരിമാരെ, അതാണ് ബാപ്പ. ഇനി ഒരാൾ ഉമ്മാനെയും ബാപ്പാനെയും വല്ലാതെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉമ്മ മരിച്ചിട്ട് ഖബറിലാണോ, ബാപ്പ മരിച്ചിട്ട് ഖബറിലാണോ? മഹാന്മാര് പറയാണ്, നിങ്ങൾക്ക് പ്രായശ്ചിത്തത്തിനൊരു വകുപ്പുണ്ട്. എന്താണത്? നിങ്ങൾ രണ്ട് കാര്യം ചെയ്യണം. ജീവിതകാലത്ത് ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുള്ള മക്കൾ ഇപ്പൊ ഉമ്മ ഖബറിലാണോ? രണ്ട് കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഖബറിലുള്ള ഉമ്മാക്ക് നിങ്ങൾ ഗുണം ചെയ്തവരാകും. ഒരു പക്ഷേ ജീവിതകാലത്ത് അവർക്ക് നിങ്ങൾ ഗുണം ചെയ്തിട്ടില്ലെങ്കിലും ഇപ്പൊ ഖബറിൽ കിടക്കുമ്പോൾ ഗുണം ചെയ്തവരാകും. ഞാനിപ്പോ ഇന്ന് എന്റെ ദർസിന്ന് പുറപ്പെട്ടിട്ട് വെള്ളിയാഴ്ച ആയതുകൊണ്ട് വെള്ളിയാഴ്ച ഇങ്ങോട്ട് വാതിന് വരാൻ പറഞ്ഞ ഭയങ്കരമാണ്. ഈ സാഹിത്യോത്സവത്തിന്റെ മുന്നോടിയായിട്ടുള്ള വാത് മിക്കതും വെള്ളിയാഴ്ചയാണ്. കാരണം ശനിയും ഞായറും സാഹിത്യോത്സവമാണ്. അപ്പൊ മൂടബിന്ദൻ എന്റെ ദർസിന്ന് ഞാൻ ഇറങ്ങി വന്നു. മംഗലാപുരത്ത് ജുമയെ കൂടി എന്നിട്ടാ വരണം. അപ്പൊ എന്റെ ദർസിന്ന് ഇങ്ങനെ മംഗലാപുരത്തേക്ക് ഞാനിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ വരുമ്പോ എന്റെ നേരെ മുന്നിൽ ഒരു ഓട്ടോറിക്ഷ ഉണ്ട്. ഓട്ടോറിക്ഷ എന്നല്ലേ പറയാ. അതിന്റെ ബാക്കിൽ ഇങ്ങനെ എഴുതി വെച്ചത് കണ്ട് ഒരു എഴുത്ത് കണ്ടപ്പോ വല്ലാത്ത സന്തോഷായി. അപ്പൊ നടക്കാൻ പോണ സംഗതി ഒന്നും അല്ലെങ്കിലും കന്നഡയിൽ ഒരു വാക്ക്, അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എന്റെ കന്നഡയിൽ ഒരു വാക്ക് എഴുതി വെച്ച് ഓട്ടോറിക്ഷന്റെ ബാക്കിൽ, ಇನ್ನೊಂದು ಜನ್ಮ ನನಗೆ ಸಿಕ್ಕಿದರೆ ನಾನು ಚಪ್ಪಲಿಯಾಗಿ ಹುಟ್ಟಿ ನನ್ನ ತಾಯಿಯನ್ನು ಎತ್ತಿ ನಡೆಯುವೆ. എത്തപ്പോ നിങ്ങൾക്ക് മനസ്സിലായി? ഫിൽ ജുംല ഒരു വയലാണെന്ന് മനസ്സിലാവണം. ಇನ್ನೊಂದು ಜನ್ಮ ನನಗೆ ಸಿಕ್ಕಿದರೆ ನಾನು ಚಪ್ಪಲಿಯಾಗಿ ಹುಟ್ಟಿ ನನ್ನ ತಾಯಿಯನ್ನು ಎತ್ತಿ ತಿರುಗುವೆ. എന്താ അതിനർത്ഥം? ഇപ്പൊ ഇതിപ്പോ ഏതായാലും ഞാൻ മനുഷ്യനായിട്ടാണല്ലോ ജനിച്ചത്. ഇപ്പൊ ഞാൻ മനുഷ്യനായിട്ടാണല്ലോ ജനിച്ചത്. ആ എഴുത്തിന്റെ ആശയം പറയാണ്. ഇപ്പൊ ഞാൻ ഏതായാലും ഒരു മനുഷ്യനായിട്ടാ ജനിച്ചത്. അടുത്ത ഒരു ജന്മം എനിക്കുണ്ടെങ്കിൽ സങ്കല്പിക്കുകയാണ്. അപ്പൊ അടക്കാൻ പോണതൊന്നുമല്ല. അടുത്ത ഒരു ജന്മം എനിക്ക് ഈ ദുനിയാവിൽ ജനിക്കാനുണ്ടെങ്കിൽ ചെരുപ്പായിട്ട് ജനിക്കാനാണ് എനിക്കിഷ്ടം. ചെരുപ്പായിട്ട് ജനിക്കാനാണ് എനിക്കിഷ്ടം, താല്പര്യം. എന്താ കാരണം? ആരെ ചെരുപ്പ്? എന്റെ ഉമ്മാന്റെ ചെരുപ്പായിട്ട് ഞാൻ ജനിക്കണം. എന്നിട്ട് ഉമ്മ എന്റെ ആ ചെരുപ്പ് കാലിലിട്ട് നടക്കണം. അപ്പൊ ഞാൻ എന്റെ ഉമ്മാനെ ചുമന്നുകൊണ്ടു നാടാകെ കറങ്ങാണ്. വല്ലാത്തൊരു ആശയാണ്. പക്ഷെ അങ്ങനെ നടക്കാൻ പോണൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പൊ തന്നെ ജീവിതകാലത്തിന് ഇപ്പൊ അടുത്ത ഒരു ജന്മം ഒന്നും നോക്കണ്ട. നിനക്ക് ചെരുപ്പാകാനും പറ്റും, മനുഷ്യനാകാനും പറ്റും. അതുകൊണ്ട് ഉമ്മാക്ക് കഴിവിന്റെ പരമാവധി ഖിദ്മത്ത് ചെയ്തോ. ബാപ്പക്കും ജീവിതകാലത്ത് അവരെ വല്ലാതെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കാര്യം ചെയ്യാൻ പഠിപ്പിച്ചു മഹാന്മാർ. ഒന്ന്, ഖബറിൽ കിടക്കുന്ന ഉമ്മാക്കും ബാപ്പക്കും എപ്പോഴും അള്ളാഹുവിനോട് ദുആർക്ക്, റബ്ബേ നീ അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, എന്റെ ഉമ്മാക്കും ബാപ്പക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണ്?
ആ മാതാപിതാക്കൾക്ക് വേണ്ടി കഴിവിന്റെ പരമാവധി സ്വതക്ക ചെയ്യണം. എപ്പോൾ എവിടെ എന്ത് സ്വതക്ക ചെയ്താലും ഇതെന്റെ ഉമ്മാന്റെ പേരിലാണെന്ന് നിയത്ത് ചെയ്യണം, എന്റെ ബാപ്പാന്റെ പേരിലാണെന്ന് നിയത്ത് ചെയ്യണം. വെള്ളിയാഴ്ച ദിവസം മുസല്ലയിൽ ഒരു 100 രൂപ ഇടുമ്പോൾ, അതല്ല ഒരു 10 രൂപ ഇടുമ്പോൾ, ഇത് ഖബറിൽ കിടക്കുന്ന എന്റെ ഉമ്മാക്ക് വേണ്ടിയാണ്, ബാപ്പക്ക് വേണ്ടിയാണ്, അവരെ കരുതിയിട്ട് എന്ന് നിയത്ത് ചെയ്യണം. അങ്ങനെയായാൽ ഹത്താ യുക്തബ ബാറൻ ലിവാലിദൈഹി, അവരുടെ ഉമ്മ ഖബറിൽ കിടക്കണ സമയത്ത് ആ ഉമ്മാക്ക് ഇവൻ ഗുണം ചെയ്തവനായി രേഖപ്പെടുത്തപ്പെടും, അവന്റെ ബാപ്പക്ക് ഗുണം ചെയ്തവനായി രേഖപ്പെടുത്തപ്പെടും. ഇതുപോലെ തന്നെ വമൻ ദഅ ലി അബവൈഹി ഫീ കുല്ലി യൗമിൻ 5 മർറാത്ത്, എല്ലാ ദിവസവും ഒരു 5 നേരം ഉമ്മാക്കും ബാപ്പക്കും ദുആ ചെയ്താൽ ഫഖദ് അദ്ദാ ഹഖഹുമാ, അവരോടുള്ള കടപ്പാട് വീട്ടാൻ അവൻ ഉദ്ദേശിച്ചവനായി എന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു. 5 നേരം നിസ്കാരം കഴിഞ്ഞിട്ട് എണീറ്റ് ഓടലല്ല. ഓ ചെറുപ്പക്കാരെ, വലിയ തിരക്കല്ലേ, അങ്ങാടികളിൽ വലിയ തിരക്കാണ്. ജുമാ കഴിഞ്ഞ ഉടനെ എണീറ്റ് ഓടാനല്ല നോക്കേണ്ടത്, 5 നേരത്തെ നിസ്കാരം കഴിഞ്ഞിട്ട് ഓടാനല്ല നോക്കേണ്ടത്. വാത് കേൾക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, അതാ നിസ്കരിക്കുന്നു വീട്ടില്, ആ വീട്ടിൽ നിസ്കരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നിസ്കാരം കഴിഞ്ഞ ഉടനെ എണീറ്റ് ഓടാനല്ല ശ്രമിക്കേണ്ടത്. ആ നിസ്കാരപ്പായയിൽ കുത്തിരുന്ന് അവിടുന്ന് അതാ ദുആ ചെയ്യണം. എന്താണ് ദുആ ചെയ്യേണ്ടത്? എന്റെ ബാപ്പക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, ഉമ്മാക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. അങ്ങനെ ദുആ ചെയ്താൽ ആ മാതാപിതാക്കളോടുള്ള ഹക്ക് വീട്ടാൻ അവൻ ഉദ്ദേശിച്ചവനായി. ഇതുപോലെ തന്നെ മാതാപിതാക്കളുടെ ഖബർ വെള്ളിയാഴ്ച ദിവസം സിയാറത്തിന് വേണ്ടി പോകണം. എന്തേ കാരണം? വെള്ളിയാഴ്ച മക്കള് ബാപ്പാന്റെയും ഉമ്മാന്റെയും ഖബർ സിയാറത്തിന് പോയാൽ ബാപ്പക്കത് കൂടുതൽ അറിയാൻ കഴിയും, ഉമ്മാക്കത് കൂടുതൽ അറിയാൻ കഴിയും. ആദരണീയരായ പുത്തന്നൂർ തങ്ങളുപ്പാപ്പ നമ്മുടെ ഈ മഹത്തായ ആത്മീയ സംഗമത്തിന് നേതൃത്വം